KSU തൃശൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ വധഭീഷണിയുമായി ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ. നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ സെക്രട്ടറി വിഷ്ണു നെടുങ്ങാടിനെ ഭീഷണിപ്പെടുത്തിയത്. ഗോകുൽ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും തെറി വിളിക്കുന്നതിന്റെയും ശബ്ദ സംഭാഷണം പുറത്തു. ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ സംഭവത്തിൽ? ആനന്ദ്, ഇന്ന് രാവിലെയാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും ജില്ലാ ജനറൽ സെക്രട്ടറിയായ വിഷ്ണു പ്രസാദ് നെടുങ്ങാട്ടും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെതായിട്ടുള്ള ശബ്ദങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓഡിയോ സംഭാഷണത്തിൽ നമുക്കറിയാം, നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. കേട്ടാൽ ബീപ്പിട്ട് മാത്രം കൊടുക്കേണ്ട ശബ്ദത്തിൽ അതേ നിലയിലുള്ള സംഭാഷണമാണ് ഗോകുൽ ഗുരുവായൂരിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞതും മനസ്സിലാക്കാൻ കഴിഞ്ഞതുമായ കാര്യം, വിഷ്ണു KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, ഗോകുൽ ജില്ലാ പ്രസിഡന്റാണ്. ഇരുവരും ഒരേ കാലഘട്ടത്തിലാണ് സംഘടനാ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സോണൽ അടിസ്ഥാനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാർക്ക് വിവിധ മണ്ഡലങ്ങളുടെയും KSU കമ്മിറ്റികളുടെയും ചുമതലയുണ്ട്. ഈ ചുമതലയുടെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSUവിൻ്റെ ഗ്രൂപ്പിൽ ഒരു ചർച്ച ഉണ്ടാവുകയുണ്ടായി. ചർച്ചയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിഷ്ണു നെടുങ്ങാട് തൻ്റെ അഭിപ്രായം പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗോകുൽ ഗുരുവായൂർ വിഷ്ണുവിനെ ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞു. തെറി വിളിക്കുന്നതിനൊപ്പം തന്നെ പറയുന്നത് ജില്ലയിലേക്കോ അതല്ലെങ്കിൽ ഈ KSUവിൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി സംഘടനാ പാർട്ടി ഓഫീസിലേക്കോ എത്തിയാൽ കാല് തല്ലിയൊടിക്കുമെന്നും കൊലപ്പെടുത്തുമെന്നുമുള്ള നിലയിലുള്ള വധഭീഷണിയാണ് മുഴക്കുന്നത്. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ്. പക്ഷേ അത് ശബ്ദ സംഭാഷണം പുറത്തു വന്നതോടുകൂടി ഗോകുൽ ഗുരുവായൂർ വധഭീഷണി മുഴക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ വിഷ്ണു നെടുങ്ങാട്ട് KSU സംസ്ഥാന പ്രസിഡന്റിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിലും ഇത് ഗോകുലും വിഷ്ണുവും തമ്മിലുള്ള നേരത്തെ തന്നെ നിലനിൽക്കുന്ന ചില വൈരാഗ്യത്തിൻ്റെ അടക്കം പ്രശ്നങ്ങൾക്ക് അത്തരം വിഷയങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഗോകുൽ ഗുരുവായൂർ നേരത്തെയും നിരവധി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇത്തരത്തിലുള്ള KSUവിൻ്റെ നേതാവ് എന്നുള്ള നിലയിലടക്കം സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയതടക്കമുള്ള വിഷയങ്ങൾ ഗോകുലിനുമായി ബന്ധപ്പെട്ട് വാർത്തകളായി വന്നിരുന്നു. ഏതായാലും KSUവിനുള്ളിലെ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾക്കൊപ്പം തന്നെ ഇരു നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും ഈ തർക്കത്തിന് കാരണമായതായാലും സഭ്യമല്ലാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ നടത്തുന്ന അസഭ്യ വർഷവും വധഭീഷണിയുമാണ് നമ്മളിപ്പോൾ കേട്ടത്. വിശദാംശങ്ങളാണ് ലെവിൻ നൽകിയത്.